الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. صدق الله العظيم. الجليس الصالح خير من الوحدة، والوحدة خير من جليس السوء. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകളും ബറക്കത്തുകളും ധാരാളമായി നൽകട്ടെ. 3 ക്ലാസ്സുകളിലായി ഒരേ ആയത്താണ് ഓതി കേൾപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സൂറത്തുൻ നിസ്രായിലെ 36-ാമത്തെ ആയത്ത് 3 ദിവസമായി നമ്മൾ ആവർത്തിക്കുന്നു. ഈ ആയത്ത് നമ്മൾ 3 ദിവസമായി പറയുന്ന വിഷയങ്ങളോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്താണ്. അതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇന്നത്തെ വിഷയം അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങളുടെ സതുപദേശങ്ങളുടെ കൂട്ടത്തിലൊന്ന് മഹാനവറുകൾ പറയാണ്. നമ്മൾക്ക് പലരോടും ബന്ധങ്ങളും കടപ്പാടുകളും ഒക്കെയുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചങ്ങായിപ്പാട് എന്ന് നമ്മൾ പറയുന്നത്. അതേക്കുറിച്ച് മഹാനവറുകൾ പറയുന്നത് ചങ്ങാത്തം ചന്തമുള്ളതാകണമെന്നാണ്. എങ്ങനെയെങ്കിലുള്ള ചങ്ങാത്തമല്ല, നമ്മുടെ ചങ്ങാത്തം ചന്തമുള്ളതാകണം. അതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനകത്തുണ്ട്. ഈ ചങ്ങാത്തത്തിന്റെ വില അറിയണം. ഒരാളുടെ ജീവിതത്തെ വഴി തിരിക്കുന്നതിലും വഴി തെറ്റിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ചങ്ങാത്തം. മനുഷ്യൻ നന്നായി തീരാൻ ചങ്ങാത്തം കാരണമാകും. മനുഷ്യൻ വഴി പിഴച്ചു പോകാനും ചങ്ങാത്തം കാരണമായി തീരും. അതിനാൽ ചങ്ങാത്തം ചന്തമുള്ളതാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് മഹാനവറുകൾ നമുക്ക് തരുന്ന ഉപദേശം. ചങ്ങാത്തം ചന്തമുള്ളതാകാൻ എന്തു വേണം? നല്ലവരെ ചങ്ങാതിമാരായി തിരഞ്ഞെടുക്കണം. അതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. നല്ല ആളുകളെ ചങ്ങാതിമാരായി നമ്മൾ തിരഞ്ഞെടുക്കണം. ചാരിയാൽ ചാരിയത് മണക്കുമെന്ന പഴമൊഴിയുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. ഇതുപോലെ നമ്മൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവരിൽ നന്മ എന്തുണ്ട് അത് നമ്മളിലേക്ക് പകരും. അവരുടെ നല്ലതല്ലാത്തത് എന്തെല്ലാം ഉണ്ട് അത് നമ്മിലേക്കും പകരും. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മഹാനവറുകൾ പറയുന്ന യംബഗീലക്കാൻ തുഖദ്ദിമ ഖബല അഖദി സുഹ്ബ വഖ്തിയാരിഹ ഹുസ്നൻ നദരി വലിഖ്തിയാരി വതഫ്തീഷി അൻ അഹ്വാലി മൻ തുരീദു അൻ തസ്ഹബഹു. നീ ആരുമായിട്ടാണോ സഹവാസം കെട്ടാൻ പോണതെങ്കിൽ, കൂട്ടുകൂടാൻ പോകുന്നതെങ്കിൽ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, സ്ഥിതിഗതികൾ ഒക്കെ നീ നന്നായിട്ട് നോക്കണം. നല്ല നോക്കണം, പരീക്ഷിക്കണം, പരിശോധിക്കണം, എന്നിട്ട് തിരഞ്ഞെടുക്കണം. കാരണം ഫലൈസ കുല്ലു അഹദിൻ യസ്റഉ സുഹബ, എല്ലാവരും ചങ്ങാത്തത്തിന് പറ്റൂല. എല്ലാവരും ഒന്നും കൂട്ടുകൂടാൻ പറ്റൂല. മനുഷ്യന്മാർ പല തരത്തിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് പല സ്വഭാവക്കാരും ഓരോ കാര്യത്തിൽ നടന്നോട്ടെ, പക്ഷേ നമുക്ക് ചങ്ങാത്തം കെട്ടാൻ പറ്റിയ ആളുകളെ എല്ലാവരും പറ്റിയ ആളുകളല്ല. എത്ര കൂട്ടുബന്ധങ്ങളാണ് അല്പസമയം കൊണ്ട് തന്നെ തകർന്നു പോയതും
ഇവൻ ടെൻഷനിലായി തീരാൻ കാരണമായതും ഇവൻ ഏകാന്തവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ളതുമായ എത്ര സംഭവങ്ങളുണ്ട് മാനവറുകൾ പറയാം. അപ്പോ ചില ചങ്ങാത്തങ്ങളൊക്കെ പെട്ടെന്ന് തകർന്നടിയും, പിന്നെ അതിനേക്കാളും നല്ലത് വേറെ അടിക്കുന്ന നാട് വിടലാന്നൊക്കെ തോന്നും. അതുവരെ എത്തിപ്പോകാറുണ്ട്. 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഇമാം ഗസാലി പറയാണ്. നമ്മളൊരു കൂട്ടുകാരനെ ചങ്ങാതിയെ തിരഞ്ഞെടുക്കുമ്പോൾ 5 കാര്യങ്ങൾ നോക്കണം. അൽ-അഖ്ലു, ഒന്നാമത്തത് അയാൾ ബുദ്ധിയുള്ള ആളാണ്. ബുദ്ധി കുറഞ്ഞ ആളെ നമ്മൾ ചങ്ങാത്തത്തിന് കൂട്ടരുത്, കാരണം നമ്മുടെ ബുദ്ധിന് കൂടി പോകും. അൽ-അഖ്ലു, ബുദ്ധിയുള്ള ആളാണ്. വൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവക്കാരാവുക. 2 വസ്സലാഹു, നല്ല നടപടിക്കാരാവുക. വഅല്ലാ യകൂന ഹരീസൻ അല ദുനിയ, ദുനിയാവിനോട് ആർത്തിയില്ലാത്ത ആളാവുക. നമ്മൾ കൂട്ടുകൂടേണ്ട ആള് ദുനിയാവിനോട് ആർത്തിയില്ലാത്ത ആള്. ദുനിയാവില്ലാത്ത ആളെന്നല്ല, ചില ആളുകൾക്കുണ്ട് ദുനിയാവിനോടുള്ള ആർത്തി വന്നു പോയാൽ പിന്നെ അയാൾക്ക് സ്വഭാവവും പ്രവർത്തനവും ദീനവും ഒന്നും ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ദുനിയാവിനോട് ആർത്തിയില്ലാത്തവരാകണം. വഅല്ലാ യകൂന കദ്ദാബൻ, 5ാമത് പറയുന്നത് കളവ് പറയുന്ന ആളാകരുത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ കള്ളം പറയുന്ന ആളാകണം. അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അപ്പൊ കളവ് പറയാത്ത, സത്യസന്ധതയുള്ള, ദുനിയാവിനോട് ആർത്തിയില്ലാത്ത, നല്ല നടപടിക്കാരും നല്ല സ്വഭാവക്കാരും നല്ല ബുദ്ധിയുള്ളവർ, ഈ 5 ഗുണഗണങ്ങളാണ് ഒരു കൂട്ടുകാരനിൽ സമ്മേളിക്കേണ്ടത്. അതുണ്ടോ നോക്കിയിട്ട് അങ്ങനത്തെ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ ഓതിക്കേൾപ്പിച്ചൊരു ഹദീസ് എന്തായിരുന്നു അത്? അൽ ജലീസു സ്വാലിഹു, നല്ല കൂട്ടുകാരൻ, ഖൈറുൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല കൂട്ടുകാരുണ്ടാവുന്നത് ഖൈറാണ്, നല്ലതാണ്. എന്തിനേക്കാൾ? മിനൽ വഹ്ദത്തി, ഏകാന്തമായി കഴിയുന്നതിനേക്കാൾ. ആരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരുണ്ടല്ലോ ദുനിയാവിൽ. പക്ഷേ ഈ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനേക്കാളും നല്ലത് നല്ല കൂട്ടുകാരുമായിട്ട് ബന്ധം ഉണ്ടാവുന്നതാണ്. എന്നാൽ വൽ വഹ്ദത്തു ഖൈറുൻ, ഏകമായിട്ടുള്ള സഞ്ചാരമാണ് നല്ലത്. ഒരാളോട് കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. ഖൈറുൻ മിൻ ജലീസി സൂഇ, ചീത്ത കൂട്ടുകാരുണ്ടാകുന്നതിനേക്കാൾ. അപ്പൊ ചീത്ത കൂട്ടുകാരുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഏതന്നെ? ഒറ്റയ്ക്ക് പോകലുണ്ട്, ഏകാന്തതയേക്കാൾ നല്ലത് നല്ല കൂട്ടുകാരുണ്ടാകാൻ. അപ്പൊ ഏറ്റവും നല്ലത് കൂട്ടുകെട്ട്, ഏറ്റവും നല്ലതായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ കൂട്ടുകാരോട് നമുക്ക് കടപ്പാടുണ്ട്. കൂട്ടുകെട്ട് തന്നെ വെറുതെ ഒരു ബന്ധങ്ങളല്ല, അതിനും ചില കടപ്പാടുകളുണ്ട്. കുടുംബത്തോട്, അയൽവാസികളോട് എന്നൊക്കെ പറഞ്ഞ അതുപോലെ ഈ കൂട്ടുകാരോട് കടപ്പാടുകളുണ്ട്. എന്താ കടപ്പാട്? അൻ തുഹിബ്ബ ലഹു മാ തുഹിബ്ബു ലിനഫ്സിക മിനൽ ഖൈർ, നിനക്ക് എന്തെല്ലാം നന്മകൾ ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുവോ ആ നന്മകൾ അവനും ഉണ്ടാകുന്നത് നീ ഇഷ്ടപ്പെടണം. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം. അതേപോലെ തിരിച്ചിങ്ങോട്ടും നിനക്ക് ഉണ്ടാകാൻ ഇഷ്ടപ്പെടാതെ വെറുപ്പുണ്ടാകണ എന്തെല്ലാം കാര്യമുണ്ടോ അത് നിന്റെ കൂട്ടുകാരനും ഉണ്ടാകുന്നതിനോട് നിനക്ക് വെറുപ്പുണ്ടാകണം. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഓനിക്കും ഇഷ്ടപ്പെടണം, നിനക്ക് വെറുക്കുന്നത് ഓനിക്കും വെറുക്കണം. ഇങ്ങനെയാണ് അതിന്റെ രൂപം. കാര്യങ്ങൾ പരിഗണിക്കുന്നിടത്ത് നിന്റെ അതേ പവറും സ്ഥാനം ആർക്കും കൊടുക്കണം, നിന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. നിന്നെ പരിഗണിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഓനിക്ക് എന്ത് ചെയ്യണം? സ്ഥാനം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ ഓനെ കാണുക. അവന്റെ ആവശ്യങ്ങൾ വീട്ടുന്നതിൽ നീ പ്രയത്നിക്കണം, നിന്റെ പരിശ്രമം ഉണ്ടാവണം. ഓന്റെ ആവശ്യം നിർവഹിക്കാൻ നമ്മൾ കൂടി കൊടുക്കുക. ഇത് വൺ സൈഡിൽ കരുതേണ്ട, തിരിച്ച് ഓരും ഇങ്ങോട്ട് പാലിക്കേണ്ടതോ അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഓർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം, അതിന് നമ്മൾ പങ്കുകൊള്ളണം. ഓർക്ക് ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖം നമ്മുടെയും കൂടി ദുഃഖമാവണം, ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരണം. ഇതാണ് ചങ്ങാത്തത്തിന്റെ കടപ്പാടുകൾ എന്ന് പറയുന്നത്. ഈ ചങ്ങാത്തം 2 തരത്തിലുണ്ട്. നമുക്ക് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ചങ്ങാത്തമുണ്ട്, താൽക്കാലികമായിട്ടുള്ള ചങ്ങാത്തവും ഉണ്ട്. താൽക്കാലികമായ ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു യാത്ര പോവുകയാണ്, ആ യാത്രയിൽ നമ്മൾ ഒറ്റക്കാണ് പോകുന്നത്. അപ്പൊ കൂടെ നമുക്ക് യാത്രയ്ക്ക് കൂട്ടുകാരനായി ഒരാളെ കിട്ടി. അയാൾ തൽക്കാലം നമ്മളീ പോണ ലക്ഷ്യസ്ഥാനം വരെ അയാളും കൂട്ടുകാരനായിട്ടുണ്ട് എങ്കിൽ അതും ഒരു ചങ്ങാതി തന്നെയാണ്. യാത്രയിലെ ചങ്ങാതിമാരാണ്.
ആ ചങ്ങാതിമാര് അവിടെ പ്രത്യേകമായി അവരോടും വളരെ കൂടുതൽ നന്മയിലും കടപ്പാടുകൾ പുലർത്തുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ സൂക്തം പറയുന്നത്. അതിൽ ഇങ്ങനെയാണ് വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അല്ലാഹുവിനോട് ഒരു വസ്തുവിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. അള്ളാഹിനെ ആരാധിക്കുക, വേറെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആരാധിക്കാൻ പാടില്ല, അള്ളാഹ്ക്ക് മാത്രം. വബിൽവാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം. വബിദിൽ ഖുർബ, അടുത്തവർക്കും ഗുണം ചെയ്യണം. വൽജാരിൽ ജുനുബി, അകന്നവർക്കും ഗുണം ചെയ്യണം. അകന്നവർക്കും അടുത്തവർക്കും, അകന്ന അയൽവാസികൾ അവർക്ക് ഗുണം ചെയ്യണം. വസ്സാഹിബി ബിൽ ജംബ്, നിന്റെ സമീപത്തുള്ള നിന്റെ ചങ്ങാതിക്കും ഗുണം ചെയ്തു കൊടുക്കണം. നിന്റെ സമീപത്തുള്ള നിന്റെ ചങ്ങാതി, നിന്റെ അടുത്തുള്ള ആളുണ്ടല്ലോ, ഓർക്കും ഗുണം ചെയ്തു കൊടുക്കണം. ഒബിനിസ്സബീൽ, വഴിയാത്രക്കാരായി നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്ന യാത്രക്കാരുണ്ടാകും, അവർക്കും ഗുണം ചെയ്യണം. ഒമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമകളാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, അതെല്ലാം നിങ്ങളുടെ ഉടമസ്ഥതയിൽ എന്തെല്ലാം അതിനോടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണം ചെയ്ത് നന്മ ചെയ്ത് വർത്തിക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ, നിശ്ചയം ഒരു കാര്യം, അല്ലാഹു തആല ഈ പവറും കിബറും കാണിക്കുന്ന ആളുകളെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. പവറും കിബറൊന്നും നമുക്ക് ഉണ്ടാകരുത്, അതിനൊന്നും അല്ല ഇഷ്ടപ്പെടുന്നില്ല. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇതില് ഇപ്പൊ ഞാൻ അർത്ഥം വെച്ചത് അടുത്ത ആളുകൾക്കും അകന്ന അയൽവാസികൾക്കും, ഇങ്ങനെ അതിന് ഒരു അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് അർത്ഥ സാധ്യതകളുള്ള വാക്കാണ്. ഒന്ന്, കുടുംബക്കാർക്ക് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, കുടുംബക്കാർക്ക് ഗുണം ചെയ്യണം, ഒരർത്ഥാണ്, ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗം അടുത്ത വീട്ടുകാർക്ക് ഗുണം ചെയ്യണം. അടുത്ത കുടുംബക്കാരായിട്ടുള്ള അയൽവാസികളുണ്ട്. അയൽവാസികൾ 3 തരത്തിലുണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. കുടുംബക്കാരായിട്ടുള്ള അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, അങ്ങനെയാണ് ഒരർത്ഥം. പിന്നെ വീടിനോട് അടുത്തുള്ള പറക്കാര്, അയൽവാസികളെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള അടുത്തടുത്തുള്ള വീടുകൾ, അവർക്ക് ഗുണം ചെയ്യണം എന്നർത്ഥം. എന്ന് പറഞ്ഞാല് അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് 40 വീടാണ്, ഒരു ഭാഗത്തേക്ക് 40. അപ്പൊ ഓരോ ഭാഗത്തും 40 വീതം വീടുകൾ ഉണ്ടാവും നമ്മുടെ അയൽവാസികൾ. പക്ഷെ വീടിനോട് അടുത്തുള്ള ആളുകൾ ദൂരത്തുള്ള ആളുകളെക്കാൾ പരിഗണിക്കപ്പെടേണ്ടവരാണ്. അതാണ് വൽജാരിൽ ജുനുബി. തൊട്ടിപ്പുറത്ത് പറയുന്നത് ദൂരെയുള്ള അയൽക്കാർ, അയൽവാസികളുടെ കൂട്ടത്തിൽ തന്നെ വീട് അടുത്തുള്ളതല്ല, ഇത്തിരി ദൂരെയുള്ള ആളുകൾ, അവർക്കും ഗുണം ചെയ്യണം. അടുത്തുള്ളവർക്ക് പ്രത്യേകം ചെയ്യണം, ദൂരെയുള്ളവർക്ക് ഗുണം ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഈ ജംബ്, അടുത്തുള്ള കൂട്ടുകാരൻ, ചങ്ങാതി എന്ന് പറഞ്ഞത് ആരെയാ? നമ്മുടെ യാത്രയിൽ നമ്മോടൊപ്പം ഇരുന്ന് സഞ്ചരിക്കുന്ന ആള്, അതാണ് ഈ അടുത്ത കൂട്ടുകാർ, നിന്റെ അരികിലുള്ള ചങ്ങാതി എന്ന് പറയുന്നത്. അപ്പൊ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന നമ്മുടെ താൽക്കാലികമായിട്ടുള്ള കുറഞ്ഞ കാലത്തേക്കുള്ള ആ ചങ്ങാതിമാരുണ്ടല്ലോ, ആ ചങ്ങാതിമാർക്കും ഗുണം ചെയ്യണം. യാത്രയിൽ നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ബാഗ്, നമ്മുടെ ലഗേജ്, നമ്മുടെ ഫോൺ, ഇതുകൊണ്ടൊന്നുമുള്ള ശല്യം ആർക്കുണ്ടാകരുത്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന യാത്രക്കാരനും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരർത്ഥം വസ്വാഹിബിൽ ജംബ് എന്ന വാക്കിന് അർത്ഥം കൊടുത്തത് ഭാര്യ എന്നാണ്. വസ്വാഹിബിൽ ജംബ്, എന്റെ സമീപത്ത് തന്നെയുള്ള ചങ്ങാതി, ഏറ്റവും കൂടുതൽ കൂട്ടുകാരൻ ആരാണ്? നമ്മുടെ ഭാര്യ. വസ്വാഹിബിൽ ജംബ്, ഭാര്യ ഏറ്റവും വലിയ കൂട്ടുകാരാണ്, അവർക്ക് നന്മ ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതെല്ലാം ഈ ആയത്തിൽ വരികയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇതൊക്കെ മാനിക്കാതെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ട്, അത് അഹങ്കാരാണ്, അത് പവർ കാട്ടലാണ്. ആ പവറും അഹങ്കാരവും അല്ലാഹുക്ക് ഇഷ്ടമല്ല, അത് ചെയ്യരുത്. ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ മാനിച്ചുകൊണ്ട് കഴിയണം എന്നുള്ളതാണ് ഖുർആൻ നമ്മളെ ധൈര്യപ്പെടുത്തിയത്. ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി തങ്ങളുടെ സദുപദേശം.
അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആക്കി തരട്ടെ. അള്ളാഹിന്റെ പൊരുത്തത്തിലായി ജീവിതം അള്ളാഹു തആല നമ്മുടെ ആക്കി തരട്ടെ. നമ്മുടെ എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും അള്ളാഹു നന്നാക്കി തരട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.